കലാസ്നേഹികളെ, ഈ വേദിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പരിപാടി സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ളതാണ്. തനിക്ക് പിടിപെട്ട ഒരു മാറാരോഗം മൂലം സമൂഹത്തിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും വിലക്കപ്പെട്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു പിഞ്ചു ബാലികയുടെ അനുഭവ കഥയാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ദൃശ്യാവിഷ്കരിക്കുന്നത്. നമ്മുടെ മിനിമോളെ സ്കൂളിൽ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. എന്തോ സുഖമെന്ന് പറയുന്നത് കേട്ടു, പിന്നെ നമ്മളും അന്വേഷിച്ചില്ല. നമുക്കൊന്ന് മിനിമോളുടെ വീട് വരെ ഒന്ന് പോയാലോ? അത് ശരിയാ, എന്നാ നമുക്ക് പോകാം. ഹായ് മിനിമോളെ, എന്തായാലും ഇപ്പോൾ സ്കൂളിൽ വരാത്തത്? ഒരുപാട് നാളായല്ലോ മിനിമോളെ കണ്ടിട്ട്. എന്തോ പറ്റി? എനിക്കിനി സ്കൂളിൽ വരാൻ പറ്റില്ല. എല്ലാവരും എന്നെ കളിയാക്കും. എനിക്ക് കൂട്ടുകാരും ആരുമില്ല. ഞാൻ ഇനി സ്കൂളിൽ വരുന്നില്ല. അതുകൊണ്ട് എനിക്കിനി പഠിക്കാനും പറ്റില്ല. അതെന്താ മിനിമോളെ അങ്ങനെ പറയുന്നത്? ഞങ്ങൾ എന്നും മിനിമോളെ നല്ല കൂട്ടുകാരായിരിക്കും. ഞങ്ങൾ മിനിമോളെ പഠിക്കാനും സഹായിക്കാം. എന്താ മിനിമോൾക്ക് സന്തോഷമായോ? എന്നാൽ നമുക്ക് എല്ലാ ദിവസവും സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് മിനിമോളിനെ പഠിക്കാൻ സഹായിക്കാം. എന്താ കൂട്ടുകാരെ? എന്നാ നമുക്ക് ഇന്ന് തന്നെ ക്ലാസ് തുടങ്ങിയാലോ? സമയം പാഴാക്കണ്ട. പക്ഷെ അതെങ്ങനെയാ? അതിന് നമ്മൾ തയ്യാറായിട്ടല്ലോ വന്നത്. പരിശ്രമം ചെയ്യുന്നതിനെയും കാര്യത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘനാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാലിലേക്ക് അയച്ച ഈശൻ. പിന്നെ ആദ്യം നമുക്ക് നമ്മുടെ മാതൃഭാഷയായ മലയാളം തന്നെ പഠിക്കാം. എന്താ? എനിക്കെന്റെ അക്ഷരങ്ങളെല്ലാം അറിയാമെന്ന കുട്ടി. എന്നാ നമുക്ക് കുറച്ച് വാക്കുകൾ പഠിക്കാം. പ എന്ന അക്ഷരം വരുന്ന ഒരു വാക്ക് പറയാമോ? പള്ളി, പതംഗം. ഓ മിടുക്കി. പതംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ മിനിമോൾക്ക്? പക്ഷി എന്നല്ലേ? അത് തന്നെ, സബാഷ്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ മിനിമോള് ആ വാക്ക് ഉപയോഗിച്ചൊരു വാക്യം പറയാമോ? നന്ദി എന്ന വാക്ക് ഉപയോഗിക്കുക. എന്റെ നല്ല സുഹൃത്തുക്കളായ നിങ്ങൾ എന്നെ സഹായിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അഞ്ജലി. അസലായി. ഇനി കർത്തവ്യം എന്ന വാക്ക് ഉപയോഗിക്കുക. എനിക്കറിയില്ല അഞ്ജലി. എന്നാൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുക എന്നത് കുട്ടികളായ നമ്മുടെ കർത്തവ്യമാണ്. ഇനി സുഖം എന്ന വാക്കിന് വിപരീത പദം പറയാമോ? സുഖം അറിയില്ല. ആരോഗ്യം എന്നാണോ? അല്ല മിനിമോളെ, ദുഃഖമാണ്. എന്താ ഇനി നമുക്കൊരു കവിത പഠിച്ചാലോ? അത് ശരിയാ, എനിക്ക് കവിതകൾ വലിയ ഇഷ്ടമാണ്. ശ്രീ ഓണ്ടി കുരുപ്പിന്റെ ഒരു കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഞങ്ങൾ പാടാം. മിനിമോൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് നമുക്ക് പഠിക്കാം. എന്താ? എന്താ? ശരി.
ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാളിനെ മരമൊന്നുലത്തുവാൻ മോഹം. മരമൊന്നുലത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പറയാ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം. വെറുതെ ഒന്നൊരു കുയിലിന്റെ പാട്ടകെ എതിർപാട്ട് പാടുവാൻ മോഹം. എതിർപാട്ട് പാടുവാൻ മോഹം. എനിക്കിപ്പോ എന്റെ സ്കൂളും കൂട്ടുകാരെയും ഒക്കെ ഓർമ്മ വരുക. ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലത്തുവാൻ മോഹം. മരമൊന്നുലത്തുവാൻ മോഹം. മിനിമോൾ വിഷമിക്കേണ്ട. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്ക് സ്കൂളും കൂട്ടുകാരും ഒക്കെ കാണാം. ഇപ്പോൾ നന്നായി പഠിക്കണം കേട്ടോ. ശരി അന്നക്കുട്ടി. ബൈ മിനിമോളെ. ബൈ അഞ്ജലി. ബൈ അന്നക്കുട്ടി. ഹായ് മിനിമോളെ. ഹായ് അമ്മു. ഹായ് ജോണി. മിനിമോൾക്ക് എത്ര വരെ എണ്ണാൻ അറിയാം? എനിക്ക് 100 വരെ എണ്ണാൻ അറിയാം അമ്മു. ജോണി, നീ ഒന്ന് മിനിമോളെ കണക്ക് പഠിപ്പിക്കാമോ? ശരി, ആദ്യം നമുക്ക് അക്കങ്ങൾ തമ്മിൽ കൂട്ടിയെഴുതാൻ പഠിക്കും. രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? എനിക്ക് അറിയില്ല ജോണി, ഞാൻ കൂട്ടാൻ പഠിച്ചിട്ടില്ല. അത് സാരമില്ല, ഞങ്ങൾ പറഞ്ഞു തരാമല്ലോ. എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം: 2 സമം 4. 2 അധികം 2 സമം 4. 4 അധികം 4 സമം 8. 4 അധികം 4 സമം 8. ഇതുപോലെ ബാക്കി അക്കങ്ങളുടെ പട്ടിക ഈ പേപ്പറിൽ നോക്കി പഠിക്കണം. എന്നാൽ നാളെ വൈകുന്നേരം കാണാം. ബൈ മിനിമോളെ. ബൈ ജോണി. മിനിമോളെ, കൂട്ടാൻ പഠിച്ചുപോലെ കുറയ്ക്കാനും പഠിക്കാം. മിനിമോളുടെ കയ്യിൽ 3 ആപ്പിളുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് തന്നു. ബാക്കി എത്ര ആപ്പിളുണ്ട്? 2. ഇതെങ്ങനെ എഴുതുന്നു നോക്കാം. 3 ന്യൂനം 1 സമം 2. 3 ന്യൂനം 1 സമം 2. 8 ന്യൂനം 5 സമം 3. 8 ന്യൂനം 5 സമം 3. ഇന്ന് ഇത്രയും പഠിച്ചില്ല. ഇനി നാളെ കാണാം മിനിമോളെ. ബൈ. ബൈ അമ്മു. മിനിമോൾ കണക്കും മലയാളവും ഒക്കെ പഠിച്ചു തുടങ്ങിയെന്ന് കേട്ടു. ഇനി നമുക്ക് സാമൂഹ്യ പാഠം പഠിക്കാം. ശരി. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല അച്ചു, ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ചാച്ചാജിയുടെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി നാം ആചരിക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. മിനിമോൾ ഉത്തരം പറയണം കേട്ടോ? ശ്രമിക്കാം അച്ചു. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ന്യൂഡൽഹി. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? മഹാത്മാഗാന്ധി. കൊള്ളാം. താജ്മഹൽ നിർമ്മിച്ചതാരാണ്? എനിക്കറിയില്ല അച്ചു. ഷാജഹാൻ ചക്രവർത്തിയാണ് താജ്മഹൽ നിർമ്മിച്ചത്. മിനിമോൾ നന്നായി പരിശ്രമിച്ച് ഉത്സാഹത്തോടെ പഠിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കും നിങ്ങൾ എന്നെ സഹായിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അച്ചു. ബൈ മിനിമോളെ. ബൈ അച്ചു.
കടന്നുപോയി. പരീക്ഷ അടുത്തു. മിനിമോളെ, അടുത്ത ആഴ്ച നമ്മുടെ പരീക്ഷയാണ്. മിനിമോളെ തയ്യാറായോ? അതെ അതെ, ഇനി എനിക്ക് എൻ്റെ സ്കൂളും കൂട്ടുകാരെയും ഒക്കെ കാണാമല്ലോ. പരീക്ഷ കഴിഞ്ഞു. ഫലവും വന്നു. മിനിമോളുടെ കൂട്ടുകാരായ അച്ചുവും അഞ്ജലിയും ജോണിയും അമ്മുവും അന്നക്കുട്ടിയും ഒക്കെ ഉയർന്ന മാർക്ക് നേടി വിജയിച്ചു. മിനിമോളുടെയും കൂട്ടുകാരുടെയും കഠിനാധ്വാനം കൊണ്ട് ആ സ്വപ്നം സഫലമായി. മിനിമോൾ റാങ്കോട് കൂടി തന്നെ വിജയിച്ചു. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണ് നല്ല സുഹൃത്തുക്കൾ. അതുപോലെ വിദ്യ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തും.